ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ സന്തോഷം തരുന്ന, സമാധാനം തരുന്നൊരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞായറാഴ്ചയാണ്. നമ്മൾ രാവിലെ ഇറങ്ങാൻ നേരത്തെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും മഴയും മാറി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങളും പള്ളികളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ തൈക്കാട്ട് മഹാദേവ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മഴയൊക്കെ നനഞ്ഞ് റോഡൊക്കെ നനഞ്ഞു കുതിർന്ന് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ. അങ്ങനെ ആ വഴിയൊക്കെ പിന്നിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴൊരു ശാസ്താക്ഷേത്രമാണ് കേട്ടോ ഇത്. ശാസ്താക്ഷേത്രവും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് പോകണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ അമ്പലം എത്തുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വളരെ പ്രകൃതി മനോഹരമായൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. കാണുമ്പോൾ ഒരു കാട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. കാട് തന്നെയാണ് നമുക്ക് കാഴ്ചയിലും അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള ചീവീടിൻ്റെയും മറ്റുള്ള കിളികളുടെയും അതുപോലുള്ള കരച്ചിലും കാര്യങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. കവാടം കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുമ്പിലേക്ക് എത്തുമ്പോഴൊരു കാഴ്ചയാണിത്. അപ്പോൾ അങ്ങനെ എത്തി. ഇനി അമ്പലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബാലഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. അതായത് ദേവതയായിട്ടാണ് ഇവിടെ ദേവി കുടികൊള്ളുന്നത്. അതായത് ചുറ്റമ്പലത്തിനകത്ത് ഏകദേവതാ പ്രതിഷ്ഠയാണ് കേട്ടോ. ദേവി കുടികൊള്ളുന്നത് ബാലഭദ്രകാളിയായിട്ട് തന്നെയാണ്. അതുകൂടാതെ ഇവിടെ സന്താന യക്ഷിയെയും ആരാധിച്ച് വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ചുറ്റമ്പലത്തിന് പുറത്ത് അയ്യപ്പൻ, മഹാദേവൻ, അതുപോലെ ഗണപതി 3 പ്രതിഷ്ഠകളും കൂടെ പുറമേ കുടികൊള്ളുന്നുണ്ട്. അത് മാത്രമല്ല മനോഹരമായൊരു നാഗക്കാവ് കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. നാഗത്താന്മാരെയും കൂടെ കുടികൊള്ളുന്നുണ്ട് ഇവിടെ. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ കാണിക്കാനോ നമുക്ക് കഴിയില്ല കേട്ടോ. നമ്മൾ അത് ഇവിടെ ക്ഷേത്രം അധികൃതരോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ പുറമേ കാണിക്കാനോ നമുക്ക് കഴിയില്ല. നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം, ഇത്രയും മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിനോ ഒന്നിനും നമ്മളൊരു ദോഷം വരാത്ത രീതിയിലാണ് നമ്മൾ ഫോട്ടോഗ്രാഫി എടുത്തിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് നേരം ഇരിക്കാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. അത്രയും മനോഹരമാണ് അമ്പലം കേട്ടോ. എന്താ പറയുക, നമ്മളുടെ ഈ തിരക്കുകളുടെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടി പോയത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊരു കാഴ്ചയാണിത്. അമ്പലത്തിനകം മുഴുവനായിട്ടും അവർ തോരണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ മറ്റെന്തോ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടോ. ഉത്സവം മേടം 1 മുതൽ 10 വരെയാണ്. പക്ഷെ അത് കൂടാതെ വല്ലതും ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഭംഗിയായിട്ട് അവിടെ എല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് അമ്പലത്തിൻ്റെ മെയിൻ കവാടമാണ്. ആ കവാടത്തിൽ നിന്നും കുറച്ചും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പം മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. മുകളിലേക്ക് കയറും തോറും എന്താ പറയുക, അത് അതിനേക്കാളും വലിയൊരു കാടെന്ന് വേണം നമുക്ക് തോന്നുള്ളൂ. അത് കാരണം അത്രയും എന്താ പറയുക, ചീവീടുകളും അങ്ങനെയുള്ള ഒരുപാട് കാട്ടിലുള്ള അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സൗണ്ടാണ് കേട്ടോ അതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണല്ലേ. നമ്മൾ എന്താ പറയുക, കാടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും മനോഹരമായ കാര്യങ്ങളെല്ലാം നമ്മൾ വെട്ടി നശിപ്പിച്ച് നമുക്കൊന്നും നേടാനില്ല നമ്മുടെ ജീവിതത്തിലല്ലേ. അപ്പം നമ്മുടെ ഈ അമ്പലം വരുന്നത് പാലച്ചോടുള്ള മണ്ണാടി ബാലഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.